بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പറയുക മാത്രമല്ല, ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടെല്ലാവരോടും ഉണർത്തുകയാണ്. വാക്കുകൾ ഒരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കുമായിക്കൊണ്ട് കാപട്യത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാം അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ ഏക മതം. മനുഷ്യ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കിയ അലീമായ ഹക്കീമായ, എല്ലാ യുക്തികളും അറിയുന്ന, എല്ലാ വിജ്ഞാനങ്ങളുടെയും കേദാരമായ, ദൃശ്യാദൃശ്യങ്ങളെ സംബന്ധിച്ച് ഒരുപോലെ അറിയാവുന്ന റബ്ബ് സുബ്ഹാനഹു അവതരിപ്പിച്ചിട്ടുള്ള മഹനീയമായ നിയമങ്ങൾ. ആ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിൽ തിരുത്തിയെഴുതേണ്ടി വന്നിട്ടില്ല, വരികയുമില്ല. പക്ഷേ ഇസ്ലാമിന്റെ
പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന പല പദങ്ങളെയും ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ ശക്തമായ ദുർവ്യാഖ്യാനത്തിന് വേണ്ടി വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഗൂഢമായ അവസ്ഥയാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ ഏതെല്ലാം പഴുതുകൾ കിട്ടുന്നുണ്ടോ അത് ഉപയോഗപ്പെടുത്തുവാനുള്ള കഠിനമായ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളല്ലാത്ത മറ്റെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട്. സത്യവിശ്വാസികൾ ഇതെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിലെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഈ കാലത്തിലെ ഒരു പദമാണ് ജിഹാദും അതുപോലെ തന്നെ മുജാഹിദ് എന്ന പദവും. ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിൽ എപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന പരിപാവനമായ കർമ്മമാണ് ജിഹാദ്. ഒരു മനുഷ്യന്റെ ജീവിതം പരലോകമോക്ഷത്തിനവനെ യോഗ്യനാക്കുന്നത് ജിഹാദിലൂടെയാണ്. ജിഹാദില്ലാതെ സ്വർഗത്തിലെത്താൻ സാധ്യമല്ല എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അള്ളാഹുവിനോടുള്ള സ്നേഹം പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് പോലെ വിശ്വാസിയിൽ ജിഹാദിനോട് സ്നേഹം വേണം. ഇങ്ങനെയൊക്കെ പ്രാധാന്യപൂർവം പറഞ്ഞതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ജിഹാദ് എന്ന പുണ്യപദം. ആ ജിഹാദ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദുകൾ അള്ളാഹു ഏറെ പുകഴ്ത്തിയവരാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ശ്രേഷ്ഠവാന്മാരെന്ന് പറഞ്ഞവരാണ് മുജാഹിദുകൾ. ഫളലല്ലാഹുൽ മുജാഹിദീന എന്നാണ് ഖുർആനിലെ പദം തന്നെ. അള്ളാഹു ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു അൽ മുജാഹിദീന, മുജാഹിദീങ്ങളെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇങ്ങനെ മനുഷ്യന്റെ മോക്ഷത്തിന് നിദാനമായ സൽക്കർമ്മമായ ജിഹാദ്, അതുപോലെ തന്നെ അള്ളാഹു ഏറ്റവും അത്യുന്നതമായ പദവി സ്വർഗത്തിൽ ഉണ്ടെന്ന് ഓഫർ നൽകപ്പെട്ടിട്ടുള്ള മുജാഹിദുകൾ, ആ രണ്ട് പദങ്ങളും ഇന്ന് ഏറെ ദുർവ്യാഖ്യാനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു കലാപം നടന്നാൽ, എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയാൽ, വേണ്ട എവിടെയെങ്കിലും ഒരു ഓലപ്പടക്കം പൊട്ടിയാൽ അപ്പുറത്ത് അതിനെ സംബന്ധിച്ച് പിന്നെ സംസാരം വരുന്നത് അതേതോ ജിഹാദി മൂവ്മെന്റ് ആണ്. ഏതെങ്കിലും ഒരു പേര് തുടക്കത്തിൽ കൊടുത്തിട്ട് ഡക്കാൻ മുജാഹിദെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മുജാഹിദ് എന്നൊരു പേര് കൊടുത്ത് രാജ്യത്തുണ്ടാകുന്ന സർവ്വ കലാപങ്ങളെയും ഈ പരിപാവനമായ പേര് നൽകിക്കൊണ്ടൊരു സമൂഹത്തെ മുഴുവൻ വഷളാക്കാനും അരിക്കാക്കാനുമുള്ള ഗൂഢമായ ശ്രമങ്ങൾ. രാജ്യത്തൊരുത്തൻ പ്രേമനൈരാശ്യം കൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ കിട്ടാതായപ്പോൾ പ്രേമനൈരാശ്യം മൂത്ത് രാജ്യത്തെ ഭരണാധികാരിക്ക് വധഭീഷണി ഇമെയിൽ അയച്ചപ്പോൾ അയാൾ അതിന്റെ ശേഷം എഴുതി ഒപ്പിട്ടുവത്രേ റഹ്മത്തുള്ള ബർക്കത്തും. അത് പറഞ്ഞപ്പോഴും ഇതേതോ മുസ്ലിം ഭീകരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രേമത്തിന്റെ പിന്നിൽ, അതല്ലെങ്കിൽ ആ അജ്ഞാതമായ ഇമെയിലിന്റെ പിന്നിൽ മുസ്ലിമിനെ തെരയുകയായിരുന്നു രാജ്യത്തെ വർഗീയ ശക്തികളും മാധ്യമ പടകളും. അതിൽ നിന്നൊട്ടും ഭിന്നമല്ല ഇപ്പോഴെത്തി നിൽക്കുന്ന വിവാദം. പരിപാവനമായ ജിഹാദ് എന്ന ഈ പദത്തെ, ഇസ്ലാം വളരെ പാവനമായി കാണുന്ന ഈ ഒരു സൽക്കർമ്മത്തെ ആട്ടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടി എന്ന് വിളിച്ച് തല്ലിക്കൊല്ലുന്ന മാരകവും ഗൂഢവുമായ അത്യന്തം ഖേദകരമായ ഒരവസ്ഥയിലേക്ക് ഈ പദപ്രയോഗത്തെ തള്ളിവലിച്ചു കൊണ്ടുപോവുകയാണ് മാധ്യമ പടകളും വർഗീയ കോമരങ്ങളും. ഏതോ ഒരു ക്യാമ്പസിൽ നടന്ന ഏതോ ഒരുത്തന്നൊരു അമുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ച് പ്രേമം മൂത്ത് നിൽക്കക്കള്ളിയില്ലാതെയായപ്പോൾ പെണ്ണ് മതം മാറാൻ തയ്യാറായി ചെറുക്കന്റെ കൂടെ ഇറങ്ങി വന്നപ്പോൾ അതിനിപ്പോൾ പേര് കൊടുത്തിരിക്കുന്നത് ലവ്